എന്തു പറ്റിയാട്ടാ? ഓ അതെനിക്കെങ്ങനെ അറിയാം? ഈ വണ്ടിയിൽ ഒരു എഞ്ചിനും ഒരുപാട് പ്രശ്നങ്ങളുമാണ്. എടാ ഈ വണ്ടി ആഴ്ചയിൽ ഒരു ദിവസം പഞ്ചറാവും. അതിപ്പോ 2-3 ദിവസം മുമ്പായല്ലോ. അപ്പൊ എന്താ പ്രശ്നം? എന്തു പറ്റി? ഇത് പഞ്ചറായി. അവിടെ എന്തായി? നിക്ക് നോക്കട്ടെ. ചെരുപ്പെടാ. നിങ്ങളുടെ ചെരുപ്പല്ലേ, പോട്ടെ. എന്ത് പറ്റിയ ഏട്ടാ? ഈ എരണം കെട്ട ഡീസൽ പമ്പിന്റെ നോസിൽ പൊട്ടി അത് ലീക്കാവുക. തോന്നി. എന്തു പറ്റി? നോസിൽ പമ്പിന്റെ ഡീസൽ പൊട്ടി ലീക്കാവുന്നു. നോ പ്രോബ്ലം. തുണി വെച്ച് ചുറ്റിയാ ശരിയാവും. എന്താ ചേട്ടാ, വല്ലതും നടക്കൂ? എന്തേലും അല്ലടാ, 50 പേര് ഇറങ്ങി നടക്കേണ്ടി വരും. അല്ലാതെ വേറെ വഴി കാണുന്നില്ല. വണ്ടി പോവില്ല. എല്ലാരും ഇറങ്ങിക്കോ. പെമ്പിള്ളേരെ മുട്ടാതെ ഇറങ്ങാം. ഏയ് കിക്ക് കൃഷ്ണമൂർത്തി, താഴോട്ട് ഇറങ്ങി വാടോ. ഇനി മെക്കാനിക്ക് വരാതെ ഇത് ഓടില്ല. അത് ശരി. എന്ത് പറ്റി സാറേ? കുട്ടിയാനെ ചരിഞ്ഞോ? അതെ, കുട്ടിയാനെ വിശ്വസിക്കണ്ട. കൊമ്പുള്ള വണ്ടിയിൽ വന്ന് കേറ്. മതി. പുറകിൽ വണ്ടി വരുന്നുണ്ട്. ബാക്കിയുള്ളവർ അതിൽ കയറ്. എല്ലാത്തിനും ഞാൻ തന്നെ എടാ, നീ വണ്ടി പോയി ചർച്ചിലോ ഡാമിൽ ചെന്ന് ഡിപ്പോയിലേക്ക് ഫോൺ ചെയ്ത് മെക്കാനിക്കിനോട് വരാൻ പറഞ്ഞു. ശരിയേട്ടാ. അതിനല്ല ഞാനിവിടെ നിൽക്കുന്നേ. കൃഷ്ണമൂർത്തി, വാട്ടറില്ലാതെ വാട്ടിസടിക്കുവാൻ പാറപ്പുറത്തിരുന്നു. ഇയാളിത് എവിടെ പോയി? ഇവിടെ കാണാനില്ലോ. എവിടെയെങ്കിലും പോയിരുന്നു കുടിക്കുമായിരിക്കും. അതല്ല പ്രധാന തൊഴില്. അവിടെ എവിടെയെങ്കിലും കാണും. ഓ, ഇവിടെ ഇരിക്കുമായിരുന്നോ? ഞാൻ ഇരിക്കാന്നുള്ള കാര്യം നിനക്ക് എങ്ങനെ മനസ്സിലായേ? ചേട്ടാ, അല്ല, പോയ കാര്യം എന്തായി? എന്തെങ്കിലും നടക്കൂ? അയ്യോ, ഒന്നും പറയാതിരിക്കാ ഭേദം. ഡാമിൽ പോയി അവിടെ ആളില്ല. പിന്നെ ചർച്ചിൽ പോയി അവിടെ നിന്ന് ഫോൺ ചെയ്തു. വരുന്നുണ്ട്. ഒരു സിപ്പ് എടുക്കുന്നോ? എനിക്കങ്ങ് വേണ്ടെങ്കിൽ വേണ്ട. ഇതൊക്കെ ഒരു പ്രാവശ്യം ചോദിക്കുള്ളൂ. ഞാൻ വീണ്ടും ചോദിച്ചിട്ട് നീ വാങ്ങി കുടിച്ചു തീർത്താ പിന്നെ ഞാൻ എവിടെ പോയി വാങ്ങിക്കും? പിന്നെ ഇങ്ങനെ ഡെയിലി കുടിച്ചോണ്ടിരുന്ന അവസാനം കിഡ്നി ലിവറൊക്കെ പണിയെടുക്കാതെയാവും. ലിവറല്ലേ? വലിയ ലിവർ പോട്ടറാ. ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്താ? അനിയത്തിക്ക് കല്യാണം എല്ലാം അങ്ങ് ഉറപ്പിച്ചു. പയ്യൻ അവിടെയുള്ള പഞ്ചായത്ത് ഓഫീസിൽ തന്നെയാ ജോലി. നല്ല വാർത്തയാണല്ലോ. ഏയ്, കൈ നിറയെ സർക്കാർ ശമ്പളം അല്ലേ? ഇത്ര വലിയ സന്തോഷത്തിന് ഞാൻ കുടിക്കാതിരിക്കാൻ പറ്റുമോ? വെറുതെ ചേട്ടനാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താന്ന് വെച്ചാ കാല് വയ്യാത്ത അനിയത്തിക്കാ കല്യാണം. അതിന് കാശൊപ്പിക്കുന്ന കാര്യം ആലോചിച്ച് മനസ്സ് തകർന്നിരിക്കുക. ചേട്ടാ, നിങ്ങളുടെ അനിയത്തിക്ക് ഞാനും ചേട്ടനല്ലേ, വിഷമിക്കണ്ട, ശരിയാക്കാന്നേ. ചേട്ടാ, വണ്ടി വരുന്നുണ്ട്. എഴുന്നേക്ക് പോവാ. നോക്കി കുഴപ്പമില്ലടാ, ഞാൻ നടന്നോളാന്നേ. നീ പിടിക്കൊന്നും വേണ്ട. വീഴൊന്നുമില്ല. ഞാനിതിനു മുമ്പ് ഒത്തിരി നടന്നിട്ടുള്ള മോനെ. എന്നോടാ നോക്കി ഇറങ്ങ സഹോദരാ. എന്ത് പറ്റിയുള്ള ഓവറായി പോയി. വണ്ടിക്ക് എന്ത് പറ്റിയെന്നാ കണ്ടുപിടിക്കാല്ലേ നിങ്ങളെ വിളിച്ചത്? ഏയ്, ടൂൾ ബോക്സ് എടുത്തോണ്ട് വേളെ. മുൻഭാഗത്താണോ പ്രശ്നം? തോർത്തിങ്ങതാ. വയ്ക്കടാ, തോറ. എങ്ങനെയുണ്ട് നമ്മുടെ പങ്കാളി? എരിച്ചാഴിയാണോ പങ്കാളിന്ന് വിളിക്കുന്നത്? വെള്ളം തരുന്നതിന് ചീത്ത വിളിക്കാതെ. എനിക്കിത് വേണം. ഓയിലിടറാ ഗുരു. സന്തോഷം കണ്ടില്ലേ? ഓയിൽ ക്യാനിട്. വഴിവക്കിലുള്ള വൈൻ ഷാപ്പൊക്കെ അടച്ചപ്പോ നിങ്ങൾ വഴി തന്നെ വൈൻ ഷാപ്പാക്കിയല്ലോ പങ്കാളി. ഞാൻ അടിയിൽ പോയി നോക്കട്ടെ ഗുരു. നീ അടിക്കാരി നോക്കടാ, ലൈറ്റ് ഇട്ട് നോക്കടാ. എന്ത് കഷ്ടം ഇത്. വേഗം 16-17 സ്പാനറിങ് എടുത്ത്. ഗുരു, ഇത് അച്ചാറാ ഗുരു. 16-17 സ്പാനറിങ് എടുക്ക്. എന്താ ഗുരു കാണിക്കണേ? പങ്കാളി, നിങ്ങൾക്ക് ഈ ഓയില് കുറച്ചും കൂടി ഒഴിക്കട്ടെ? കാണിക്കേ. ഇനി തീർത്തിട്ട് എപ്പ പോവാനാ? ഇവരുടെ വെള്ളടിയൊക്കെ തീർന്നു വരുമ്പോഴേക്കും ഒരു സമയമാവുമല്ലോ. ഗുരു, ആ 8-ാം നമ്പർ സ്പാനറിങ് എടുത്ത് തന്നെ. ഗ്ലാസ് ഇങ്ങോട്ട് പങ്കാളി. അത് താഴെ വെച്ചിട്ടാ പോക്കറ്റിൽ ഇരിക്കുന്ന ഗ്ലാസ്. കൂളിംഗ് ഗ്ലാസ്സാ? ഇതിലെങ്ങനെ കഴിച്ചു കുളിക്കുന്നത്?
നിങ്ങളുടെ കണ്ണാടി വെച്ചിട്ട് എങ്ങനെയുണ്ട്? ഫയറ്റ് മാസ്റ്റർ മാഫിയ ശശി പോലുണ്ട്. വെള്ളം ചെന്നാ കോമഡി പറയും. അതില്ലേലും ഒരു പറയും. കട്ടിംഗ് പ്ലെയർ എടുക്ക്. ഇതായിരിക്കുന്നു. ഞാൻ ഈ കണ്ണാടി വെച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലേടാ. ഇതാ. ഗുരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ. ഏയ് സുബു കണ്ടക്ടറെ, വണ്ടി ന്യൂട്രലാക്കി സ്റ്റാർട്ട് ചെയ്യടാ. ഓക്കെ ആണോ? ആ ഓക്കെ ഓക്കെ. ഏയ് ആ. റൂൾസ് എല്ലാം എടുത്ത് അടുത്ത വണ്ടി നോക്കുമ്പോ വേണ്ട. ശരി ഗുരു. താങ്ക്സ് ബംഗാളി. ഇനി ഇത് കോണാൻ കെട്ടാൻ പോലും കൂടില്ല. കെട്ടിത്തരണോ? ഞാൻ തന്നെ കെട്ടിക്കോളാം. ഇതെവിടെ പോയി? ചേരുവാ. അവിടെയാണോ? എടാ ഇതൊന്ന് ടൈറ്റ് ചെയ്തേ. നിങ്ങൾ തന്നെ ടൈറ്റ് ചെയ്താൽ മതി. എടാ ഞാൻ ഓൾറെഡി ടൈറ്റ് ആയിരിക്കും, നീ ഒന്ന് ടൈറ്റ് ചെയ്യേ. ആവശ്യത്തിന് കുടിച്ചാ പോരെ. നല്ല പയ്യൻ, ഞാൻ ഹെൽപ്പ് ചെയ്യണോടാ. നമ്മൾ അല്പം ഫിറ്റായ കേറാൻ പറ്റാത്തോളം വണ്ടി ചേട്ടാ എന്തീ കാണിക്കുന്നത്? ഡേ വണ്ടി കയറുമ്പോ അവശകനം പോലെ നിൽക്കരുത്. സ്റ്റിയറിംഗ് ആ സൈഡിലാ. ആരെന്ത് കൊടുത്താലും കുടിച്ചോളും. ബാക്കിയുള്ളവർക്ക് ജോലി ഉണ്ടാക്കാൻ. ഈ പരുവത്തിൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമോ? മനസ്സിലായല്ലോ നിനക്ക്? അപ്പൊ നീ ഓടിക്ക്. ചേട്ടാ ഞാൻ ഈ അടുത്ത് വരല്ലേ ഉള്ളൂ, അപ്പൊ നീ അങ്ങ് ഓടിച്ചാ മതി. എന്നാ കൊണ്ടുപോ, കേറ്. ഓടിച്ചോടിച്ചോടിച്ച് നോക്കി. എന്റെ വണ്ടി ഇന്ന് നീ ഓടിച്ച്, വണ്ടി ഇന്ന് ഓടിച്ച്. ഈ പണ്ണക്കടന്തൊരു ഭംഗിയല്ലേ? ഉവ്വ് ഉവ്വ്. നിങ്ങളെ വെള്ളമടിച്ച് നല്ല മൂടില്ല. അതേ മൂടിൽ ഒരു പാട്ടങ്ങ് പാടിക്കും. പാട്ട് പാടട്ടെ? ആ ചന്താഴമ്പൂവിൽ വന്നാടും തെന്നൽ എന്മേനെ പുൽകിടുന്നേ, അയ്യോ പൂകിടുന്നേ, വാസന തൂവിപ്പോയിടുന്നേ, പോയിടുന്നേ. എന്നെ പോലെ ജാട ചൊല്ലിടുന്നേ, ചൊല്ലിടുന്നേ. അമ്മമ്മ ആനന്ദം. വളഞ്ഞു പൊളഞ്ഞു പോകും പാത ആ. മങ്കമാരിൽ മാക്കി മറന്നുപോടാ. അമ്മമ്മ. അമ്മമ്മ എന്താടാ ബ്രേക്കിൽ കയറി നിൽക്കുന്നേ? അയ്യോ ആരോ ഒരാൾ മുമ്പിൽ വന്ന് ചാടിയേട്ടാ. ആളോ? മുമ്പിലത്തെ വീല് തട്ടിയെന്ന് തോന്നുന്നു. എവിടാ? അയ്യോ അയ്യോ ഇനി എന്ത് ചെയ്യും? എടാ ആരെങ്കിലും കാണുന്നതിന് മുമ്പ് വേഗം എടുക്കടാ. എല്ലാം ഞാൻ കാരണമായിട്ടാ. നീ നോക്കി നിൽക്കാതെ വേഗം വാ. എങ്ങോട്ടെങ്കിലും മാറ്റണം. വേഗം പൊക്ക. പിടി പൊക്കടാ. ദേ ഒരു വണ്ടി വരുന്നുണ്ട്. എന്ത് പറ്റി സാർ? വണ്ടി തട്ടി. ഏതോ വണ്ടി തട്ടിയിട്ടിട്ട് പോയതാ. അയ്യോ ഒന്ന് പിടിക്ക്. നോക്കി 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 നോക്കി. നീ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ഡോർ തുറക്കാം. നോക്കി. നീ ഇങ്ങോട്ട്. ഞാൻ കൂടി. അല്ല ബാഗ്. നിങ്ങൾ വരുന്നില്ലേ? എടോ, വേഗം പോ. ആശുപത്രിയിലേക്ക് ഞങ്ങൾ പുറകെ വരാം. പുറകെ വന്നേക്കാം. നിങ്ങൾ വേഗം പോയിക്കോ. വേഗം വേഗം പൊക്കോ. നമുക്കെന്തെങ്കിലും പ്രശ്നമാവോ ചേട്ടാ? നീ മിണ്ടാതെ വാ. ചേട്ടാ ബാഗ് എടുത്തോണ്ട് വേഗം പാടാ. അവൻ ആശുപത്രി കൊണ്ടുപോകും, നീ വേഗം വാ. ചേട്ടാ വേഗം കഥ അടയ്ക്കേട്ടാ. അയ്യോ ദൈവമേ, എനിക്ക് ഏത് നേരത്താണ് ബസ് ഓടിക്കാൻ തോന്നിയത്? എല്ലാത്തിനും കാരണം നിങ്ങളെ കുടിയാ. വെറുതെ അനാവശ്യം പറയരുത്. ആ മുമ്പേ ഉണ്ടായവൻ തനിയെ വണ്ടിയുടെ മുമ്പിൽ വന്ന് വീണതാ. ഞാനാണ് ഓടിച്ചിരുന്നെങ്കിൽ ഇത് തന്നെ നടന്നേനെ. ആദ്യം ബാഗിൽ എന്താ ഉള്ളത് നോക്ക്. വേഗം നോക്ക്. ഒരു മിനിറ്റ്. ആരാടാ? അതാ ജസ്റ്റിൻ മാഷ. നീ വേഗം ബാഗ് തുറ. ശിവ നമ്പർ 12 VP മെയിൻ റോഡ്, ഗാന്ധിനഗർ, സൂറത്ത്, ഗുജറാത്ത്. പുറകിലെ അഡ്രസ് നോക്ക്. നിർമ്മല ഡേവിഡ്, പണ്ണക്കാട്. ചേട്ടാ ഇത് നമ്മുടെ സ്കൂൾ ടീച്ചറായിട്ടാ. അണ്ണ സാറിന് മോനാണെന്ന് തോന്നി ചേട്ടാ.
അയ്യോ സർ, ഇന്നലെ ഒരു ആക്സിഡന്റ് കേസ്. ആ കൗണ്ടറിൽ പോയി ചോദിക്കുക. മാഡം, യെസ്. ഇന്നലെ ആക്സിഡന്റ് കേസ് വല്ലതും ഇവിടെ അഡ്മിറ്റ് ചെയ്തിരുന്നോ? പേഷ്യന്റ് നെയിം? അത് ഇന്നലെ രാത്രി ഒരു 10-10:30 മണിയായി കാണും. ആ നേരത്താ. ഒരു മിനിറ്റ്. ഇല്ല, ഇന്നലെ രാത്രി ഒരു ആക്സിഡന്റ് കേസും അഡ്മിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെയുള്ള എല്ലാ ഹോസ്പിറ്റലും അന്വേഷിച്ചു നോക്കി, എവിടെയില്ല. ആ ജീപ്പ് ഡ്രൈവർ അവനെ എവിടേക്കായിരിക്കും കൊണ്ടുപോയത്? ആരോടെങ്കിലും ചോദിക്കാന്ന് വെച്ചാ ആരോട് പോയിട്ട് എന്ത് ചോദിക്കും? എന്റെ അറിവിൽ ഇവിടെ വേറെ ഹോസ്പിറ്റലൊന്നും ഇല്ല സുപ്പു. ചേട്ടാ, ആക്സിഡന്റ് കേസ് ആവുമ്പോൾ GH തന്നെയല്ലേ കൊണ്ടുവരേണ്ടത്? എടാ, ഇപ്പൊ എന്റെ സംശയം വേറെന്താ, അവൻ വേറെ വല്ല നാട്ടിലും കൊണ്ടുപോയി കാണോ? ഫസ്റ്റ് എയ്ഡിന് വേണ്ടിയെങ്കിലും ഇവിടെ കൊണ്ടുവരേണ്ടതല്ലേ? അത് ശരിയാ, പക്ഷേ ചേട്ടാ എന്താ കഴിക്കാൻ വേണ്ടേ? പറയട്ടാ, അത് ഇഡ്ഡലിയോ വടയോ? ഒന്ന് പോടാ. ശരി ചേട്ടാ. ഇപ്പൊ എന്താ ചെയ്യാ? നീ ആ ചായ കുടിക്കേ. നമുക്ക് അണ്ണൻ സാറിനെ കണ്ട് നടന്നെല്ലാം പറയാം, അതാ നല്ലത്. ചേട്ടാ, അണ്ണ സാറിനോട് പറഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ എന്താ ചെയ്യുന്നേ? ഇതിനൊക്കെ ഒരേ ഒരു വഴിയേ ഉള്ളൂ. മിണ്ടാതെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയാലോ? നിനക്കെന്താ വല്ല ഭ്രാന്തുണ്ട്? അവരന്വേഷിക്കുന്ന പ്രതിയെ കിട്ടിയില്ലെങ്കിൽ വിവരം അറിയിച്ചവരെ പ്രതിയാക്കുന്ന കൂട്ടരാ. നമ്മളിപ്പോ പോയി സ്റ്റേഷനിൽ പറഞ്ഞെന്ന് വെച്ചോ, തിരിച്ചു വരാൻ കഴിയില്ല. അവര് പിടിച്ചകത്തിടും. വേറെ എന്താ ചേട്ടാ ചെയ്യുന്നേ? ഇപ്പൊ നമുക്ക് വേണ്ടത് മനസ്സമാധാനം മാത്രം. നമ്മൾ പേടിക്കുന്ന പോലെ ആ പാവം പയ്യനൊന്നും സംഭവിക്കില്ല. നീ വേണേ കണ്ടു, ചേട്ടാ. സുഖമായിട്ട് അവൻ തിരിച്ചു വരും. പരിപ്പൊടിയും പഴംപൊരിയും ഓരോന്ന് എടുക്കട്ടെ? പറയേട്ടാ. എടാ, ഈ ഷൂ എടുത്ത് നിന്റെ തലക്കടിക്ക് ഞാൻ. പോടാർന്ന്. അയ്യോ, വേണ്ടെങ്കി വേണ്ട. നീ കുടിക്ക്, ചൂടാറിപ്പോവും. കുടിക്കടാ.